ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു കിടുക്കൻ പ്രൊമോ വന്നിട്ടുണ്ട്. അനുമോളും ശൈത്യയും തമ്മിൽ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് ആദ്യമായി കൊമ്പ് കോർക്കുന്ന പൊരിഞ്ഞടി നടക്കുന്ന രംഗങ്ങളാണ് ഈ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സംഗതിയുടെ പശ്ചാത്തലം ജയിലാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ലാലേട്ടൻ പണിഷ്മെന്റ് കൊടുത്തിട്ട് പോയതാണ്. എല്ലാ ദിവസവും 2 മണിക്കൂർ വീതം ജയിലിൽ കിടന്നുകൊണ്ട് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക എന്നുള്ളത്. മെനഞ്ഞാന്ന് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞൊതുക്കിയതായിരുന്നു. രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയതാണ്. എന്നാൽ ഇന്നലെ അപ്രതീക്ഷിതമായി നടന്ന ആ പൊട്ടിത്തെറിയോടുള്ള ബന്ധത്തിൽ ജീവിതത്തിൽ ഇനി അടുക്കുവാൻ പറ്റാത്ത രീതിയിൽ രണ്ടാൾക്കാരും ശത്രുക്കളായി മാറിയിരിക്കുന്നു. ഇന്ന് വീണ്ടും ജയിലിലേക്ക് രണ്ടുപേരും കൂടി വന്നിരിക്കുകയാണ്. ഈ പണിഷ്മെന്റിനോടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ജിസൈലിന്റെ ഫോട്ടോ വെച്ച ബാഡ്ജ് അത് അനുമോളുടെ ചെസ്റ്റിൽ കുത്തിവെക്കണം. അതുപോലെ തന്നെ അനുമോളുടെ ഫോട്ടോ വെച്ച ബാഡ്ജ് അത് ജിസൈലും ധരിക്കണം. എന്നാൽ അനുമോള് ജിസൈലിന്റെ ബാഡ്ജ് വികൃതമാക്കി അതിന് പല്ലൊക്കെ നീട്ടി വളർത്തി ജിസൈല് യക്ഷിയെപ്പോലിരിക്കുന്ന ആ ഒരു രൂപത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അത് പിടിച്ചു വാങ്ങിച്ചിട്ട് ക്യാമറയുടെ മുമ്പിൽ കാണിക്കുകയാണ്. ബിഗ് ബോസ് ഇത് കണ്ടോ, ഇവൾ എന്റെ ഫോട്ടോ യക്ഷിയെപ്പോലെ ആക്കി കളഞ്ഞുവെന്ന്. തുടർന്ന് നെവിൻ വന്ന് പറയുന്നുണ്ട്, നിങ്ങളെ ജയിലിലാക്കിയിരിക്കുന്നത് ഇവിടെ കിടന്ന് കീരിയും പാമ്പും കൂടാൻ വേണ്ടിയല്ല. അപ്പോൾ അനുവിന്റെ മറുപടി, ബിഗ് ബോസ് ഇതെനിക്ക് തന്നു, ഇതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അടുത്തതായി കാണുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് അനുവിനെ നുണച്ചി എന്ന് പറഞ്ഞ് കൈയടിച്ച് അങ്ങനെ ആഘോഷിക്കുന്ന രംഗങ്ങളാണ്. ഇത് കണ്ടുകൊണ്ട് അനുമോൾ പറയുന്നുണ്ട്, ഇവിടെ ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഗ്യാങ്ങിനെ മുഴുവൻ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഗ്യാങ് ആണ് സംസാരിക്കുന്നത്. ഉടനെ ഡോക്ടർ ബിന്നി, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ശൈത്യ പോലും ഇപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ അനുമോള്, ശൈത്യ എന്റെ പുറകിന് നടക്കുകയായിരുന്നു. ഉടനെ തന്നെ ജിസൈൽ ഉറക്ക വിളിക്കുകയാണ്, ശൈത്യ നീ ഇവളുടെ പുറകിൽ നടക്കുകയായിരുന്നോ? പെട്ടെന്ന് ശൈത്യക്ക് കുരുപൊട്ടി ശൈത്യ ചാടി അങ്ങ് എഴുന്നേൽക്കുകയാണ്. ഞാൻ എപ്പോഴാണ് നിന്റെ പുറകിന് നടന്നത്? സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ നിന്റെ ഫ്രണ്ട് അല്ല, ഇന്നു മുതൽ ഞാൻ നിന്റെ ഫ്രണ്ട് അല്ല. ഇത് പറഞ്ഞ് അനുമോൾക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് മുൻപോട്ട് വരികയാണ് ശൈത്യ ശരിക്കും കട്ടപ്പയായി മാറി എന്നുള്ളത് കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഏറെക്കുറെ അല്ല, കൃത്യമായിട്ട് നമുക്കത് മനസ്സിലായിട്ടുമുള്ളതാണ്. അനുമോളുടെ കൂടെ നിന്ന് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്തേക്ക് മെല്ലെ ചാടും. എന്നിട്ട് അവിടെ പോയി അനുമോളുടെ കുറ്റങ്ങൾ അവിടെ പറയും. തുടർന്ന് അവിടെ നിന്ന് കേൾക്കുന്നത് തിരിച്ച് ഇങ്ങോട്ട് വന്ന് അനുമോളോട് പറഞ്ഞു കൊടുക്കും. ഈ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കൂടാതെ ലൈവും എപ്പിസോഡും ഒക്കെ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇടയ്ക്കൊരു ദിവസം അനുമോളും ജിസൈലും ഒക്കെ കൂടി അവിടെ പ്രശ്നമുണ്ടാകുമ്പോൾ ആ വീട്ടിലെ മിക്കവാറും ആൾക്കാർ, അതായത് അക്ബർ, അപ്പാനി, ആര്യൻ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും അനുമോൾക്കെതിരെ നിൽക്കുകയും ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഒടുവിൽ ജിസൈൽ ആകെപ്പാടെ വല്ലാത്ത സങ്കടത്തിൽ ഇരുന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇവന്മാരെല്ലാവരും വെറും മൊണ്ണകളാണല്ലോ, അവളുടെ പാവാടയിൽ തൂങ്ങി നടക്കുകയാണ്, നാണം കെട്ടവന്മാർ. ഇത് അനുമോൾ പറയുമ്പോൾ ശൈത്യ കേട്ടുകൊണ്ട് അടുത്തിരിക്കുകയാണ്. ശൈത്യ അന്നേരം പറയുന്നുണ്ട്, അതെ സത്യമാണ്, എനിക്കിത് കണ്ടിട്ടങ്ങ് ചൊറിഞ്ഞു കയറുകയാണ്. എന്നാൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ഇതേ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അനുമോളെ പൊക്കുന്നുണ്ട്, മൊണ്ണവിളിയെ കുറിച്ച്. അപ്പോൾ അനുമോള് പെട്ടു. അനുമോള് നിഷേധിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഈ സമയത്ത് ശൈത്യയോട് ഇത് ചോദിക്കുകയാണ് ലാലേട്ടൻ. ശൈത്യയോട് ചോദിക്കുമ്പോൾ ശൈത്യ പെട്ടെന്ന് കടകം തിരിഞ്ഞു. ശൈത്യ പറഞ്ഞു, അയ്യോ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ തിരിഞ്ഞിരിക്കുകയായിരുന്നു, ആ പറഞ്ഞത് എന്താണെന്ന് ഞാൻ കേട്ടില്ല. തുടർന്നാണ് ഇതിന്റെ റെക്കോർഡൊക്കെ ലാലേട്ടൻ പുറത്തുവിട്ട് കാണിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ശൈത്യ കൂടെ നിൽക്കുകയും ചെയ്യും. തനിക്ക് പണിയാകും എന്ന് തോന്നുമ്പോൾ അത് എത്ര വലിയ ഫ്രണ്ടാന്ന് പറഞ്ഞാലും വെട്ടും, അപ്പുറത്ത് ചാടും, തന്റെ നില സുരക്ഷിതമാക്കുമെന്ന്. ഇതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായി. ആദ്യത്തെ ആഴ്ചയിൽ ലിപ്സ്റ്റിക് എടുത്ത് ഉപയോഗിച്ചു ശൈത്യ ഉപയോഗിച്ചു. പക്ഷേ ബിഗ് ബോസ് അതിനകത്ത് ഇടപെട്ട് അതിനെ വിലക്കി കഴിഞ്ഞപ്പോഴേക്കും ശൈത്യ തന്നെ പറയുകയാണ്, ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് ഇത് ഉപയോഗിക്കരുത്, ബിഗ് ബോസ് വഴക്ക് പറയുമെന്ന്. അപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി ശൈത്യക്കെതിരെ എഴുന്നേറ്റു ഫയർ ചെയ്തുകൊണ്ട്. കാരണം അവൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്, ഇത് ഞാൻ പറഞ്ഞായിരുന്നു, നീ ഇപ്പോൾ വലിയ ശീലാവധി ചമയാൻ വരികയാണ്, നീ അത് കട്ടെടുത്ത് ഉപയോഗിച്ചു, എന്നിട്ട് നീ എല്ലാവരെയും വിലക്കിയെന്ന്, നീ എന്ത് സംസാരമാണ് ഈ സംസാരിക്കുന്നത്? ഇത് പറഞ്ഞുകൊണ്ട് വീട്ടുകാരൊക്കെ കൂടി ശൈത്യക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ശൈത്യയുടെ നേച്ചർ ഇതാണ്, എല്ലാ തോന്നിവാസത്തിന്റെയും കൂടെ ഉണ്ടാവും. പക്ഷേ പിടിക്കപ്പെടും അല്ലെങ്കിൽ വെട്ടിലാകും എന്ന് തോന്നുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് തന്ത്രപരമായിട്ട് അങ്ങ് സ്കൂട്ടായി കളയും. അതായത് കൂടെ നിൽക്കുന്ന ആളിനെ പിന്നിൽ നിന്ന് കുത്തും, വെട്ടും. കഴിഞ്ഞ ദിവസം അനുമോളും ജിസൈലും ആര്യനുമായിട്ടുള്ള ആ പ്രശ്നം നടക്കുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്, ശൈത്യയും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന്. പെട്ടെന്ന് ശൈത്യ കടകം തിരിഞ്ഞു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്ത് കണ്ടെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ശൈത്യ അനുമോൾക്കെതിരെ സംസാരിച്ചു. എന്തായാലും ശൈത്യയുടെ ഉടായ്പകൾ വൈൽഡ് കാർഡായി അകത്തേക്ക് വന്ന മസ്താനി വളരെ കൃത്യമായിട്ട് അനുമോളോട് പറഞ്ഞു കൊടുത്തു. അനുമോൾക്ക് അതൊരു വലിയ ഷോക്കായി പോയി. തന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് ചേർത്ത് നിർത്തിക്കൊണ്ട് നടന്നതല്ലേ.
എന്നാൽ വന്നു കയറിയ സമയം മുതൽ തന്നെ അനുമോളുടെ വാർത്തകളൊക്കെ അപ്പുറത്ത് ചോർത്തി കൊടുക്കുന്ന ആളായിരുന്നു എന്ന് കേട്ടപ്പോഴേക്കും അനുമോള് തകർന്നു. അനുമോള് ആ ബന്ധം അങ്ങ് മുറിച്ചു കളഞ്ഞു. 2 ദിവസമായിട്ട് നമുക്ക് കാണാം ശൈത്യയും അനുമോളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് കൃത്യമായിട്ട് ആ വീട്ടിലുള്ള ആൾക്കാർ മുതലെടുക്കുകയാണ്. ജിസയിൽ പെട്ടെന്ന് വിളിക്കുന്നു ശൈത്യയെ, ശൈത്യ നീ എൻ്റെ ഫ്രണ്ട് അല്ല, പരസ്പരം സംസാരിക്കാൻ താല്പര്യമില്ലാത്ത നിന്നെ എനിക്ക് ഫ്രണ്ടായിട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശൈത്യ അനുമോൾക്കെതിരെ പാഞ്ഞെടുക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് ഈ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സന്ധ്യയാകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അതിൻ്റെ റിയൽ സ്റ്റോറി എന്താണെന്ന് അറിയുവാൻ വേണ്ടി കാത്തിരിക്കാം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.